ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 20 ബുധനാഴ്ചയാണ്. ഇന്നലെ ക്ലോസ് ചെയ്ത US, യൂറോപ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിലായിരുന്നു. ഇന്ന് ഓപ്പൺ ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയാണ്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് നിഫ്റ്റിയിൽ 50 മുതൽ 60 പോയിന്റ്സിന്റെ ഒക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഇന്നലെ ഫോക്കസിലുണ്ടായിരുന്ന ഒരു അസറ്റ് ക്ലാസ് ബിറ്റ് കോയിൻ തന്നെയായിരുന്നു. വലിയ ഇടിവാണ് ബിറ്റ് കോയിനിൽ ഉണ്ടായത്. $62,000 ഇപ്പോൾ ബിറ്റ് കോയിൻ ഉള്ളത്. RBI ബുള്ളറ്റിൻ പുറത്തു വന്നിരിക്കുന്നു. നെറ്റ് ഡയറക്ട് ടാക്സ് കളക്ഷൻ സംബന്ധിച്ച അപ്ഡേറ്റുകളുണ്ട്. ധാരാളം വാർത്തകൾ നമുക്കിന്ന് നോക്കാനുണ്ട്. എല്ലാത്തിലേക്കും വരാം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യത്തെ വാർത്ത ആഭ്യന്തര FMCG വിപണി മാന്ദ്യത്തിലേക്ക് എന്ന് RBI പറഞ്ഞ വാർത്തയിലേക്കാണ്. അടുത്ത 6 മാസത്തിനുള്ളിൽ ഇന്ത്യക്കുള്ളിൽ ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് FMCG മേഖലയിൽ മാന്ദ്യമുണ്ടാകുമെന്ന് RBI പ്രവചിക്കുന്നു. FMCG മാന്ദ്യം ഉണ്ടായിരുന്നിട്ടും പ്രീമിയം ഉപഭോക്തൃ ബിസിനസ്സുകൾക്ക് നല്ല കാഴ്ചപ്പാടുണ്ട്. ഉയർന്ന നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് ശക്തമായ ഡിമാൻഡ് തുടരുമെന്നും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. എന്തായാലും FMCG സെക്ടർ ഫോക്കസിൽ വരാൻ സാധ്യതയുള്ള ഒരു വാർത്ത തന്നെയാണ്. മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയുന്നത്, പ്രീമിയം FMCG പ്രൊഡക്റ്റുകൾക്ക് ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, നെസ്ലെ തുടങ്ങിയ കമ്പനികൾക്ക് ഗുണം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് 2 കമ്പനികളുടെ പേര് പറഞ്ഞു എന്ന് മാത്രം. ഒരിക്കലും ഇത് ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇതിവിടെ ഷെയർ ചെയ്യുന്നത്. മറ്റൊരു വാർത്ത, ബാങ്ക് ഓഫ് ജപ്പാൻ നെഗറ്റീവ് പലിശ നിരക്ക് അവസാനിപ്പിച്ചു. ബാങ്ക് ഓഫ് ജപ്പാൻ 8 വർഷത്തെ നെഗറ്റീവ് പലിശ നിരക്കുകൾ അവസാനിപ്പിച്ചു. 17 വർഷത്തിനിടയിലെ ആദ്യ പലിശ നിരക്ക് വർധനയാണിത്. എന്നിരുന്നാലും ദുർബലമായ സാമ്പത്തിക വീണ്ടെടുപ്പിനിടയിൽ ജാഗ്രതയോടെയുള്ള സമീപനം കാരണം പലിശ നിരക്ക് 0-ന് തന്നെ നിലനിർത്താൻ കഴിഞ്ഞു. മറ്റൊരു പ്രത്യേകത കൂടിയുള്ളത്, നെഗറ്റീവ് പലിശ നിരക്കിൽ നിന്ന് പുറത്തു കടക്കുന്ന അവസാനത്തെ പ്രധാന സെൻട്രൽ ബാങ്കായി ജപ്പാൻ മാറുന്നു. എന്നിരുന്നാലും ഇന്നലെ ജപ്പാൻ മാർക്കറ്റ് നിക്കി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്ത് 0.66% ഉയർന്ന് 40,000-ന് മുകളിലായിട്ടാണ് ക്ലോസ് ചെയ്തത്. അടുത്തത് നെറ്റ് ഡയറക്ട് ടാക്സിനെ സംബന്ധിച്ച ഒരു അപ്ഡേറ്റ് ആണ്. 2024 മാർച്ച് 17 വരെയുള്ള കണക്കനുസരിച്ച് ഇന്ത്യൻ ഗവൺമെന്റ് നെറ്റ് ഡയറക്ട് ടാക്സ് 18.9 ലക്ഷം കോടിയിലധികം പിരിച്ചെടുത്തു. ഇത് ഈ സാമ്പത്തിക വർഷത്തിലെ പുതുക്കിയ ലക്ഷ്യത്തിന്റെ 97%. മുൻ സാമ്പത്തിക വർഷത്തെ ഇതേ കാലയളവിലെ അപേക്ഷിച്ച് 20% വർധനവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു വാർത്ത RBI പുറത്തുവിട്ട ബുള്ളറ്റിനുമായി ബന്ധപ്പെട്ടതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാർച്ച് ബുള്ളറ്റിൻ ഉയർത്തിക്കാട്ടുന്നത് ഭക്ഷ്യവില സമ്മർദ്ദങ്ങൾ ചില്ലറ പണപ്പെരുപ്പം ബാങ്കിന്റെ ലക്ഷ്യമായ 4%-ലേക്ക് അതിവേഗം എത്തിക്കുന്നതിൽ നിന്ന് തടയുന്നു എന്നതാണ്. മൊത്തത്തിലുള്ള പണപ്പെരുപ്പം കുറയുകയാണെന്നും ഭക്ഷ്യവിലകൾ താൽക്കാലികമായി മാത്രമാണ് ഉയർന്നതെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. എന്തായാലും വരും മാസങ്ങളിൽ RBIയുടെ ടാർഗറ്റിലേക്ക് ഇൻഫ്ലേഷൻ തിരികെ വരും എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മുടെ എഡ്യൂക്കേഷണൽ മീറ്റപ്പിൽ ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് താഴെ ഇവിടെ കമന്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം പിൻ ചെയ്തിട്ടുണ്ട്. ആ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നിഫ്റ്റിയിലേക്ക് 21,817-ൽ 238 പോയിന്റ്സ് ഇടിഞ്ഞാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഫെഡറൽ റിസർവിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷന് മുന്നോടിയായി നിഫ്റ്റി ഇടിയുകയുണ്ടായി. മാത്രമല്ല, നിഫ്റ്റിയുടെ റൈസിംഗ് വെഡ്ജ് പാറ്റേണിൽ നിന്നും പൂർണ്ണമായി ഒരു ബ്രേക്ക് ഡൗൺ ഇന്നലെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഒരു ബിയറിഷ് ക്രോസ് ഓവർ ആണ് കാണിക്കുന്നത്. അതും സൂചിപ്പിക്കുന്നത് ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്ന് തന്നെയാണ്. ഇപ്പോൾ നിഫ്റ്റി 20-ഡേ EMAയ്ക്കും 50-ഡേ EMAയ്ക്കും താഴെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റിയുടെ നെഗറ്റീവ്സ് നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്ററുകൾ ഒരു നെഗറ്റീവ് ക്രോസ് ഓവർ ആണ് കാണിക്കുന്നത്. മാത്രമല്ല, വീക്ക്ലി ഡെയിലി ചാർട്ടുകളിൽ ഒരു ലോവർ ലോ ഫോർമേഷനാണ് നിഫ്റ്റിയിൽ കാണുന്നത്. അതും ഒരു പോസിറ്റീവ് സൈനായി കാണാൻ കഴിയില്ല. അടുത്തത് ഡെയിലി ക്യാൻഡിൽ. ചെറിയ അപ്പർ ലോവർ വിക്കോട് കൂടിയ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ഡെയിലി ചാർട്ടിൽ മറ്റൊരു കാര്യം കൂടി കാണാൻ സാധിക്കുന്നത്, അഡ്വാൻസ് ഹാർമോണിക് പാറ്റേൺ ആയ ബുള്ളിഷ് സൈഫർ പാറ്റേൺ ഫോം ആയതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം കോൾ സൈഡിൽ 22,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,500 സ്ട്രൈക്കിലും അതിനുശേഷം 22,200 സ്ട്രൈക്കിലും. പുട്ട് സൈഡിലേക്ക് വന്നാൽ 21,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 21,800 സ്ട്രൈക്കിലും അതിനുശേഷം 21,500 സ്ട്രൈക്കിലുമാണ്. ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 21,800-ഉമാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം പുട്ട് സൈഡിൽ 21,800 സ്ട്രൈക്കിൽ ATM സ്ട്രൈക്കിൽ 14% വർധനവാണ് പുട്ട് സൈഡിലുള്ളത്. അതായത് ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. കോൾ സൈഡിലേക്ക് വന്നാൽ 600% വർധനവ് കാണാം. ഒരു
ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. 21,750 സ്ട്രൈക്കിൽ 28% വർധനവ്. ഒരു ലോങ് ബിൽഡപ്പ് പുട്ട് സൈഡിൽ കാണാം. കോൾ സൈഡിലേക്ക് വന്നാൽ 1016% വർധനവുണ്ട്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. 21,850 സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ 17% ഇടിവാണുള്ളത്. ഒരു ലോങ് അൺവൈൻഡിംഗ് ആണ് ആ സ്ട്രൈക്കിലുള്ളത്. എന്നാൽ കോൾ സൈഡിലേക്ക് വന്നാൽ 1397% വർധനവ്. നല്ല ഒരു ഷോർട്ട് ബിൽഡപ്പ് ആ സ്ട്രൈക്കിൽ കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സാണ് കുറച്ച് കൂടുതൽ സ്ട്രോങ്ങിൽ നിൽക്കുന്നത് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 46,384 191 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. തുടർച്ചയായ 8ാമത്തെ ദിവസമാണ് ബാങ്ക് നിഫ്റ്റി നെഗറ്റീവിൽ ക്ലോസ് ചെയ്യുന്നത് എന്നോർക്കുക. ഡേ ക്യാൻഡിൽ ഒരു ഡോജി ക്യാൻഡിലിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഒരു ഇൻഡിസിഷൻ തന്നെയാണ് അത് സൂചിപ്പിക്കുന്നതും. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 20 വീക്ക് EMA ഉള്ള 46,250 എന്ന ലെവൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ലെവലാവാൻ സാധ്യതയുള്ളത് 46,000 തന്നെയാണ്. അപ്സൈഡിലേക്ക് വന്നാൽ 47,000 പ്രധാനപ്പെട്ട ഒരു ലെവലാവാനും സാധ്യതയുണ്ട്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം കോൾ സൈഡിൽ 47,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 48,000 അതിനുശേഷം 46,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 45,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 46,000 സ്ട്രൈക്കിലും അതിനുശേഷം 44,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 47,000 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 46,000 ഇന്ത്യ വിക്സിലേക്ക് തുടർച്ചയായ 3ാമത്തെ ദിവസമാണ് ഇന്ത്യ വിക്സ് ഉയരുന്നത്. 14.11 എന്ന നിലയിൽ 1.57% ഉയർന്നാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നത്തെ സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. അതിന് മുന്നേയായി നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 10 മണി മുതൽ 3:30 വരെയാണ്. ഒരു ട്രേഡിംഗ് ദിവസം മുഴുവൻ നിങ്ങൾക്ക് അരികിലായിട്ട് യൂട്യൂബ് ലൈവിൽ ഞങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ രാവിലെ 10 മണി മുതൽ 3:30 വരെയാണ് ലൈവ് ഉണ്ടായിരിക്കുക. ഇനി ആ സമയത്ത് നിങ്ങൾക്ക് ലൈവ് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ, അതുകൂടാതെ രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് ന്യൂസിൽ ആദ്യം ഓറോബിന്ദ ഫാർമയാണ്. മൊമറ്റസോൺ ഫ്യൂറൈറ്റ് മോണോഹൈഡ്രേറ്റ് നേസൽ സ്പ്രേ നിർമ്മാണത്തിനും വിപണനം ചെയ്യുന്നതിനും US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനിൽ നിന്നും ഒരു അനുമതി ലഭിച്ചു എന്നൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത. അൾട്രാടെക് സിമെന്റ് കേസോറാം ഇൻഡസ്ട്രീസിന്റെ സിമെന്റ് ബിസിനസ് കേസോറാം ഇൻഡസ്ട്രീസിൽ നിന്ന് അൾട്രാടെക് സിമെന്റ് ഏറ്റെടുക്കുന്നതിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് അനുമതി ലഭിച്ചു. മറ്റൊരു കമ്പനി അപ്പോളോ ഹോസ്പിറ്റൽ എന്റർപ്രൈസസ് ആണ്. മധു ശശിധരനെ 2024 ഏപ്രിൽ 1 മുതൽ ഹോസ്പിറ്റൽസ് ഡിവിഷന്റെ പ്രസിഡന്റും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി നിയമിക്കും എന്ന് കമ്പനി അറിയിച്ചു. മറ്റൊരു കമ്പനി ശക്തി പമ്പ്സ് ആണ്. ഒരു ഷെയറിന് 1272.09 രൂപ നിരക്കിൽ 200 കോടി രൂപ വരെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് വഴി ഫണ്ട് സമാഹരിക്കാൻ ബോർഡ് അംഗീകാരം നൽകി. മറ്റൊരു കമ്പനി NBCC ഇന്ത്യയാണ്. കമ്പനിക്ക് HSCC മുഖേന ഒരു വർക്ക് ഓർഡർ ലഭിച്ചു. 14 കോടി രൂപയുടെ ഒരു വർക്ക് ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചത്. ഭാരതി എയർടെലിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത. ടെലികോം കമ്പനിയായ ഭാരതി എയർടെലിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭാരതി ഹെക്സോകോമിന് IPO പ്ലാനുകളുമായി മുന്നോട്ട് പോകാൻ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിൽ നിന്ന് അനുമതി ലഭിച്ചു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബൽറാംപൂർ ചീനി മിൽസ്, BHEL, ബയോകോൺ, ഹിന്ദുസ്ഥാൻ കോപ്പർ, പിരാമൽ എന്റർപ്രൈസസ്, RBL ബാങ്ക്, സെയിൽ, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന സ്വിംഗ് സ്റ്റോക്കുകളിലേക്കാണ്. ആദ്യം ബജാജ് ഫിനാൻസ്. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 6,586 രൂപയാണ്. ഫസ്റ്റ് ടാർഗറ്റായി ഫിക്സ് ചെയ്യുന്നത് 6,700, സെക്കൻഡ് ടാർഗറ്റ് 6,750 സ്റ്റോപ്പ് ലോസ് 6,515 മറ്റൊരു സ്റ്റോക്ക് NMDC സ്റ്റീലാണ്. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 54.30 എന്ന നിലയിലാണ്. ഇവിടെ ഫസ്റ്റ് ടാർഗറ്റായി ഫിക്സ് ചെയ്യുന്നത് 60, സെക്കൻഡ് ടാർഗറ്റ് 64 സ്റ്റോപ്പ് ലോസ് 51. ഈ സ്റ്റോക്കുകൾ ഇവിടെ പറയുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഈ സ്റ്റോക്കുകളിൽ കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക. അടുത്ത സെഗ്മെന്റിലേക്ക്, എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന സ്വിംഗ് സ്റ്റോക്കുകളുടെയും F&O സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. സ്വിംഗ് സെഗ്മെന്റിൽ ആദ്യം നമ്മൾ പറയുന്നത് ത്രിവേണി ടർബൈനെ കുറിച്ചാണ്. അതിന് മുന്നേ ആയി പറയാനുള്ളത്, ഒരുപാട് സ്റ്റോക്കുകൾ നമ്മുടെ ടാർഗറ്റുകൾ ഹിറ്റ് ചെയ്യുന്നുണ്ട്. ചില സ്റ്റോക്കുകൾ പെട്ടെന്ന് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാറുണ്ട്. ചില സ്റ്റോക്കുകൾ ടൈം എടുത്തതിന് ശേഷം കുറച്ച് സമയത്തിന് ശേഷമാണ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുക. അത്തരത്തിൽ ഒരു സ്റ്റോക്കായിരുന്നു ത്രിവേണി ടർബൈൻ. സെപ്റ്റംബർ 27, 2023 നമ്മൾ എൻട്രി എടുക്കുന്നത്. 436 എന്ന നിലയിൽ നിന്നും 504 വരെ സ്റ്റോക്ക് അപ്പായി നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റായി നമ്മൾ ഫിക്സ് ചെയ്തിരുന്ന ടാർഗറ്റ് നമുക്ക് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. ഏകദേശം 14% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു.
എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഈ സ്റ്റോക്ക് ഇൻട്രാഡേയിലും നമ്മൾ പറഞ്ഞിരുന്നു 483 എന്ന നിലയിൽ എൻട്രി എടുത്ത് 504 വരെ സ്റ്റോക്ക് അപ്പായി 4% മുകളിൽ ഇൻട്രാഡേയിലും നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ഇൻഡിഗോ ആയിരുന്നു. ഫെബ്രുവരി 22-നാണ് സ്റ്റോക്കിൽ 3165 എന്ന നിലയിൽ എൻട്രി എടുക്കുന്നത്. 3342 വരെ സ്റ്റോക്ക് അപ്പായി 5.5% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മാത്രമല്ല സെക്കൻഡ് ടാർഗറ്റാണ് നമ്മളിവിടെ ഹിറ്റ് ചെയ്യുന്നത്. മറ്റൊരു സ്റ്റോക്ക് GE ഷിപ്പാണ്. ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി മാർച്ച് 15-ന് 980 എന്ന നിലയിൽ നിന്നും 1027 വരെ സ്റ്റോക്ക് അപ്പായി നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ഹിറ്റ് ചെയ്യാനും സാധിച്ചു. ഏകദേശം 4.5% മുകളിലാണ് നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് ജില്ലറ്റ് ഇന്ത്യയാണ്. മാർച്ച് 1-ന് നമ്മൾ 6635 എന്ന നിലയിൽ എൻട്രി എടുത്തു. 6750 വരെ സ്റ്റോക്ക് അപ്പായി നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയും ചെയ്തു. ഏകദേശം 1.7% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് ക്രിസിലായിരുന്നു. ഫെബ്രുവരി 19-ന് നമ്മൾ 5080 എന്ന നിലയിൽ എൻട്രി എടുത്തു. 5250 വരെ സ്റ്റോക്ക് അപ്പായി ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും ക്രിസിലിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. ഏകദേശം 3.20% പ്രോഫിറ്റായി ലഭിച്ചത്. ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, മാർക്കറ്റിൽ ക്രാഷ് വരുന്ന സമയത്ത് നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണത്. അപ്പോൾ അത് എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS 1421 കോടി രൂപയ്ക്കാണ് ഇന്നലെ ബൈ ചെയ്ത്. DIS ആവട്ടെ 7449 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. പക്ഷേ എന്നിരുന്നാലും ഇന്നലെ മാർക്കറ്റ് ഡൗൺ ആയിരുന്നു. റീറ്റെയിലേഴ്സാണ് കൂടുതലായി സെല്ല് ചെയ്ത് എന്ന് കാണാം. US മാർക്കറ്റുകൾ ബുധനാഴ്ച നടക്കുന്ന ദ്വിദിന പോളിസി മീറ്റിംഗിന്റെ സമാപനത്തിൽ പലിശ നിരക്കുകൾ മാറ്റമില്ലാതെ നിലനിർത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാലും നിക്ഷേപകർ നിരക്ക് വെട്ടിക്കുറയ്ക്കുന്നതിന്റെ എണ്ണത്തിലും സമയത്തെക്കുറിച്ചുമുള്ള ഉൾക്കാഴ്ചയ്ക്കായി ഡോട്ട് പ്ലോട്ട് സ്കാൻ ചെയ്യും. ജൂണിൽ സെൻട്രൽ ബാങ്ക് നിരക്ക് കുറയ്ക്കാൻ തുടങ്ങുമെന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത്. CME ഫെഡ് വാച്ച് ടൂൾ ഈ ആഴ്ച തുടക്കത്തിൽ റേറ്റ് കട്ടിനുള്ള സാധ്യത 69% പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 59%. ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ ഡൗ ജോൺസ് 0.83% ഉയർന്നു. നാസ്ഡാക്ക് 0.39% ഉയർന്നത്. S&P 500 0.56% ഉയർന്നു ക്ലോസ് ചെയ്തു. S&P 500-ലെ 11 മേജർ സെക്ടറുകളിൽ കമ്മ്യൂണിക്കേഷൻ സെക്ടർ മാത്രമാണ് ഇന്നലെ നെഗറ്റീവിൽ ക്ലോസ് ചെയ്ത്. എനർജി സെക്ടർ 1.1% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം. ടെക് സൈഡിൽ ഇൻഫോസിസ് 1.70% ഇടിവിലാണ് ക്ലോസ് ചെയ്ത്. വിപ്രോ 1.82% ഇടിഞ്ഞു. ബാങ്കിംഗ് സൈഡിൽ HDFC ബാങ്ക് 1% ഇടിവുണ്ടാക്കിയപ്പോൾ ICICI ബാങ്ക് 0.19% ഇടിഞ്ഞു. ആക്സിസ് ബാങ്ക് 1.33% ഇടിഞ്ഞുമാണ് ക്ലോസ് ചെയ്ത്. ഡോക്ടർ റെഡ്ഡി 3.18% ഇടിഞ്ഞത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഫ്യൂച്ചർ മാർക്കറ്റുകളിൽ ആദ്യം ഡൗ ജോൺസ് 0.02% ഇടിവിലാണ്. S&P 500 0.09% ഇടിവിലും നാസ്ഡാക്ക് 0.13% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ US ഫെഡറൽ റിസർവിന്റെ ദ്വിദിന മീറ്റിംഗ് ഇന്നലെ ആരംഭിച്ചു. ആഗോള നിക്ഷേപകരെല്ലാം ഉറ്റുനോക്കുന്നത് ആ ഒരു മീറ്റിംഗിൽ തന്നെയാണ്. ചൊവ്വാഴ്ച യൂറോപ്യൻ വിപണികൾ അത് കാരണം തന്നെ ഉയർന്നാണ് ക്ലോസ് ചെയ്ത്. UK മാർക്കറ്റ് FTSE 0.20% ഉയർന്നു. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.65% ഉയർന്നത്. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.31% നേട്ടത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ സ്റ്റോക്ക് 600 0.26% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഓട്ടോ സെക്ടർ തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. 1.2% ഇന്നലെ ഉയർന്നത്. ഫുഡ് ആൻഡ് ബിവറേജ് സ്റ്റോക്കുകളാണ് ഇടിഞ്ഞത് 0.5%. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.06% ഇടിവിലാണ്. CAC 0.12% ഇടിവിലും FTSE 0.03% ഇടിവിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ ബാങ്ക് ഓഫ് ജപ്പാന്റെ മോണിറ്ററി പോളിസിയിലെ മാറ്റം ഇൻവെസ്റ്റേഴ്സ് ഡൈജസ്റ്റ് ചെയ്യുകയും ഇന്നലെ പോസിറ്റീവിൽ ജപ്പാൻ മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയും ചെയ്തു. കൂടാതെ ഇന്ന് ഫോക്കസിൽ വരിക ചൈനീസ് വിപണിയാണ്. പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന അതിൻ്റെ 1 വർഷത്തെയും 5 വർഷത്തെയും പ്രൈം നിരക്കുകൾ പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റിൽ ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 21,930 എന്ന നിലയിലാണ്. 68 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഇന്നൊരു 50 മുതൽ 60 പോയിന്റ്സിന്റെ ഒക്കെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഇന്ന് ജപ്പാൻ മാർക്കറ്റ് ക്ലോസ്ഡ് ആണ്. കോസ്പി മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 1.10% പോസിറ്റിവിറ്റിയോടുകൂടിയാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.23% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ റഷ്യൻ റിഫൈനറികൾക്കെതിരെ ഉക്രൈന്റെ സമീപകാലത്തെ ആക്രമണങ്ങൾ ആഗോള പെട്രോളിയം വിതരണത്തെ എങ്ങനെ ബാധിക്കുമെന്ന് വ്യാപാരികൾ വിലയിരുത്തുന്നതിനാൽ ഇന്നലെ
ഓയിൽ പ്രൈസുകൾ ഒരു മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $87.25 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.08% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $82.55 പെർ ബാരൽ എന്ന നിലയിൽ 0.22% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ. ഇന്ന് ഇവിടെ നമ്മൾ ഷെയർ ചെയ്ത എല്ലാ വാർത്തകളും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. CNN ബിസിനസ്, മണി കൺട്രോൾ, ബിസിനസ് ലൈൻ, ബിസിനസ് സ്റ്റഡീസ് എന്നിങ്ങനെയുള്ള സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ വ്യൂസ് ആണ്. ഒരിക്കലും ഇതൊന്നും റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.